ഏറ്റവും ആത്മാഭിമാനം തോന്നിയ ഒരു കാര്യം ഇന്നലെ ടി വിയിലൂടെ കണ്ടു. ഇന്നത്തെ രാവിലത്തെ എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും കാണാൻ സാധിച്ചു. ശരിക്ക് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സിനിമാ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, ഗവർണർമാര്, മന്ത്രിമാര്, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തികൾ മുതൽക്ക് ഏറ്റവും താഴ്ന്ന വ്യക്തികൾ വരെ ക്യൂവിൽ നിന്ന് ഒരു പ്രത്യേകതയും അവർക്കില്ലാതെ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലായ എലക്ഷൻ ഇതിനേക്കാൾ മുമ്പ് തോന്നിപ്പിച്ചിരുന്ന ആ പ്രത്യേകതകളെല്ലാം പ്രത്യേകതകളൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഈ ഇലക്ഷനിൽ അവർ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തു. ശരിക്കും മോഹൻലാലൊക്കെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ, ഞാൻ ഉദാഹരണങ്ങൾ മാത്രം പറയുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മമ്മൂട്ടി വരികയാണെങ്കിൽ, കേരളത്തിലെ സിനിമാ നടന്മാർ വരികയാണെങ്കിൽ ആ പ്രദേശം ജനസാഗരമാകുമായിരുന്നു. പക്ഷേ ഒരു വിധത്തിലും ഒരു പ്രത്യേകതയില്ലാതെ ക്യൂവിൽ നിന്ന് അവരുടെ ചുറ്റും സാധാരണ ക്യൂവിൽ നിൽക്കുന്നവരല്ലാതെ വേറെ ആരുമില്ല, അവർ വോട്ട് ചെയ്യാൻ നിൽക്കാം. ഗുജറാത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി വോട്ട് ചെയ്ത ക്യൂ കാണാമായിരുന്നു. നമുക്ക് സെക്യൂരിറ്റി കാണുമായിരിക്കും അടുത്ത്, പക്ഷെ അദ്ദേഹത്തിന്റെ ചുറ്റും ബ്ലാക്ക് കാറ്റ് ഒന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലെ ഗവർണറെ പോലെ ഓരോ സംസ്ഥാനത്തിലെ ഗവർണർ കുടുംബസമേതം വന്ന് ആ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തു പോകുന്ന ഒരവസ്ഥ. സാധാരണക്കാരായ 105 വയസ്സ് ആയിട്ടുള്ള ആളും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാം, അതിൽ ചില അമ്മമാർ കൈക്കുഞ്ഞിനെ പോലീസിനും CRPFന്റെയും കയ്യിൽ കൊടുത്തിട്ട് വോട്ട് ചെയ്ത് തിരിച്ചു വരുന്ന കാഴ്ച കാണാം. പ്രായമായവർക്ക് നേരെ അകത്ത് കയറി വോട്ട് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഒരു ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥത്തിൽ അവസാനത്തെ വാക്ക് അല്ലെങ്കിൽ അവസാനത്തെ ദൃശ്യം ഇത് കാണാനും കേൾക്കാനും ഇന്നലെ കേരളീയർക്ക് സാധിച്ചു. എല്ലാ ഉന്നതരും, എല്ലാ കാൻഡിഡേറ്റ്സും, എല്ലാ നേതാക്കന്മാരും, എല്ലാ നടന്മാരും, എല്ലാ എഴുത്തുകാരും, സമൂഹം അറിയുന്ന ബുദ്ധിജീവികളെ കാര്യമായിട്ട് കണ്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ കൊടുത്തില്ലായിരിക്കാം. അങ്ങനെയുള്ള ധന്യമായിട്ടുള്ള വ്യക്തികളെല്ലാം ശരിക്കും ക്യൂവിൽ നിന്ന് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ എല്ലാ ബഹുമാനത്തോടുകൂടി നിന്ന് അവരുടെ നമ്പർ വിളിച്ചു പറഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് കയ്യിൽ മഷി ഒഴിച്ചിട്ട് നേരെ പോയിട്ട് വോട്ട് ചെയ്യാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് എനിക്കും, അല്ലെങ്കിൽ ഒരു റോഡ് ക്ലീൻ ചെയ്യുന്ന വ്യക്തിക്കും, ഒരു പ്യൂണിനും, ഒരു പോലീസുകാരനും, ഒരു പട്ടാളക്കാരനും, പ്രധാനമന്ത്രിക്കും, പ്രസിഡന്റിനും, ഗവർണർക്കും ഒരേപോലെ റൂള് ബാധകമാകുന്ന ഒരു കാഴ്ച ഇന്നലെ പത്രമാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ജനാധിപത്യത്തിൽ തുല്യത കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം, എലക്ഷനിൽ ഈ വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആ ചെറ്റക്കുടിലോ അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിയാൻ പോകുന്ന സ്കൂളോ അല്ലെങ്കിൽ സ്ഥാപനമോ ഏതായാലും, ഇന്നലെ ചില സ്കൂളുകൾ മഴയത്ത് ഇടിഞ്ഞു വീണു, 3 പോളിംഗ് ബൂത്തുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു എന്നുള്ളതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഈ പോളിംഗ് ബൂത്തിൽ ഏത് വലിയവനും ചെറിയവനും അവിടെ വന്ന് വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യണമെന്ന മഹത്തായ ദൃശ്യവും വിവരണവും അതിഗംഭീരമായിട്ട് തോന്നി. അതാണ് ഭാരതം. ഏതായാലും ആര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ഇവിടുത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവുന്ന കുറേ വ്യക്തികളുണ്ട്. അവർക്ക് കൂടി ഇന്നലത്തെ ദൃശ്യം ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്നിൻ്റെ ദൃശ്യമായിരുന്നിരിക്കണം.